السلام عليكم ورحمة الله وبركاته. الحمد لله الذي أنزل قرآنا عربيا غير ذي عوج لعلهم يتقون بلسان عربي مبين لعلكم تعقلون. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. أهلا وسهلا ومرحبا بكم إلى لقائنا الجديد من لقاءات فهم القرآن على أيسر الطريق. ونحن اليوم في القسم الثاني من دروس اللغة العربية لغير الناطقين بها، القسم الثاني من دورتي الثالثة. അനറബികൾക്ക് വേണ്ടിയുള്ള അറബി ഭാഷാ പഠന പദ്ധതിയുടെ 3ാം സെമസ്റ്റർ 2ാം ഘട്ടത്തിലാണ് നമ്മൾ. ഏത് പാഠമായിരുന്നു നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്? ദർസുൽ ഹാദി വൽ ഇശ്റൂൻ തുടങ്ങിയിട്ട് എന്താ പറഞ്ഞത്? എന്താ പറഞ്ഞ ആ വാക്ക് ഓർമ്മയുണ്ടോ? 2 വാക്ക് പറഞ്ഞിട്ട് നമ്മൾ നിർത്തിയത്. ഇങ്ങനെ ആകണം, അങ്ങനെ ആകരുത്. എപ്പോഴും ശുഭാപ്തി വിശ്വാസമായിരുന്നു. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ പോലും അള്ളാഹ് അത് സ്വീകരിക്കും എന്ന ശുഭാപ്തി വിശ്വാസമാണ് ഉണ്ടാകേണ്ടത്. المدرس قال المدرس كونوا متفائلين ولا تكونوا متشائمين لا داعي للخوف. لا داعي ശരിക്കും അതിന്റെ ഭാഷാർത്ഥം എന്താ? ലാ ദാഇയ എന്ന് പറഞ്ഞ ലാ ദാഇയ വിളിക്കരുത്. ലാ ദാഇയ എന്ന് പറഞ്ഞാൽ വിളിക്കരുത് എന്നല്ല, ലാ തദ്ഉ എന്നാണ് വിളിക്കരുത് എന്ന് പറഞ്ഞത്. വിളിക്കുന്നവരാകരുത്. വിളിക്കുന്നവനില്ല. ലാ ദാഇയ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നവനില്ല. ദാഇന്റെ കൂടെ അവസാനം ദാഇൻ എന്ന വാക്കിന് അവസാനം നസ്ബ് വന്നാൽ എന്തുവരും? പോയത് ഒരു പ്രാവശ്യം തിരിച്ചു വരും. ലാ ദാഇയ എന്ന് പറഞ്ഞാൽ അത് വർഗത്തിന് ശരിക്കുന്ന ലാ വന്നിട്ടുള്ള പോലെയായി. അതാണ് ലാ ദാഇയ, വിളിക്കുന്നവരില്ല. ലിൽ ഖൗഫ് ബൈത്തിലേക്ക്. ലാ ദാഇയ ലിൽ ഖൗഫ് എന്ന് പറഞ്ഞാൽ ഭയത്തിലേക്ക് വിളിക്കുന്നതില്ല എന്ന് പറഞ്ഞാൽ ഭയപ്പെടേണ്ട കാര്യമില്ല എന്നല്ല. ഭയപ്പാടിലേക്ക് വിളിക്കുന്ന ഒരു സംഗതിയും ഇല്ല എന്നാ പറഞ്ഞിട്ട്. എന്ന് പറഞ്ഞാൽ there is no need to panic. പാനിക് ആകേണ്ട കാര്യമില്ല എന്നാണ് ട്രാൻസ്ലേഷൻ ഇരിക്കുന്നത്. അപ്പൊ അതൊരു പ്രയോഗമല്ല. ദാഇയ അതിന്റെ കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല എന്ന അർത്ഥത്തിൽ ലാ ദാഇയ എന്നത് ഒരു പ്രയോഗമാണ്. ലാ ദാഇയ ലാ ദാഇയ ലിൽ ഖൗഫ് ഫഇന്നകും തുല്ലാബുൻ മുജ്തഹിദൂൻ. പേടിക്കേണ്ടതില്ല, ഡോണ്ട് വറി. ഇന്നകും തുല്ലാബുൻ മുജ്തഹിദൂൻ, യു ആർ ഹാർഡ് വർക്കിംഗ് സ്റ്റുഡൻസ്. നന്നായി പഠിക്കുന്ന കുട്ടികളാണല്ലോ. അൽഹംദുലില്ലാ. ലാ ബുദ്ദ മിന സിഖതി ബിഅൻഫുസികും. ലാ ബുദ്ദ മിന സിഖതി ബിഅൻഫുസികും. സിഖത്തുൻ എന്താണ്? ആത്മധൈര്യം, സിഖത്ത്, സെൽഫ് കോൺഫിഡൻസ്. വസഖ യസിഖു സിഖത്തുൻ, സ്വയം ബലമുണ്ടാവുക, അതാണ് സിഖത്ത്. ലാബുദ്ദ മിന സിഖത്തി. അപ്പൊ ലാബുദ്ദ എന്ന് പറഞ്ഞാൽ എന്താ? ലാബുദ്ദ എന്ന് പറഞ്ഞ മറ്റൊരു പ്രയോഗമാണ്. ലാബുദ്ദ എന്ന് പറഞ്ഞാൽ എസെൻഷ്യൽ, അനിവാര്യമാണ്. ലാബുദ്ദ എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ്. ഓക്കെ. ആത്മധൈര്യമാണോ? അതെ, സിഖത്തുൻ. സിഖത്തുൻ
സഖത്തല്ല കേട്ടോ, സാക്ക് ഷെഡിന്റെ അടിയിലാണ് കസറിട്ടിരിക്കുന്നത്. സിഖത്ത്. അപ്പൊ സിഖത്ത് അങ്ങനെ ടൈപ്പിങ്ങിൽ അങ്ങനെയാണ് വരിക. പഴയ കമ്പ്യൂട്ടറിലൊക്കെ പഴയ ഇതിലൊക്കെ നമ്മൾ ആദ്യം കസറിട്ടിട്ട് പിന്നെ ഷെഡിട്ടാല് അക്ഷരത്തിന് താഴെ കസറും മുകളിൽ ഷെഡും വന്നോളും. ഇപ്പൊ എങ്ങനെ ഇട്ടാലും ശരി അത് ഷെഡിന്റെ താഴെ പോയി വീഴുള്ളൂ. അപ്പൊ അങ്ങനെ ഉണ്ട് ഒരു എഴുത്ത് എന്ന് വിചാരിച്ചാൽ മതി. ഷെഡിന്റെ താഴെ അടയാളം ഇട്ടാൽ അത് കസറാണ്, ഷെഡിന്റെ മുകളിലാണെങ്കിൽ ഫതഹാണ്. അക്ഷരത്തിന് താഴെ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. പക്ഷെ നമുക്ക് ആവശ്യം എഴുതുമ്പോൾ ക്ലിയർ ആകുന്നതിന് വേണ്ടി അക്ഷരത്തിന്റെ അടിയിലാണ് കസറ. ഷെഡ് മുകളിലും അക്ഷരത്തിന്റെ അടിയിലുമാണ് കസറ. അൻഫുസിക്കും, അപ്പൊ എന്താ, നിങ്ങൾ സ്വയം ആത്മധൈര്യമുള്ളവർ ആവുകൽ എന്താണ്, അനിവാര്യമാണ്. ലാ ബുദ്ധ എന്ന് പറഞ്ഞാൽ ഇറ്റ് എസെൻഷ്യൽ. ബുദ്ധ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് എന്നാണ് അർത്ഥം. ബുദ്ധൻ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ്. ലാ ബുദ്ധ എന്ന് പറഞ്ഞാൽ എസ്കേപ്പ് ആകേണ്ടതില്ല, രക്ഷപ്പെടേണ്ടതില്ല എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ്. ലാ ബുദ്ധ എന്നുള്ളതും ലാ ദാഇയ എന്ന് പറയുന്നത് എന്താണ്, അതൊരു പ്രയോഗമായിട്ട് എഴുതിയിരിക്കുകയാണ്. ലാ ദാഇയ എന്ന് പറഞ്ഞാൽ ആവശ്യമില്ല, ലാ ബുദ്ധ എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ്. ലാ ദാഇയ എന്ന് പറഞ്ഞാൽ വിളിക്കുന്നവനില്ല എന്നല്ല, നിങ്ങളെ പ്രേരിപ്പിക്കുന്നതായ സംഗതി ഇല്ല എന്നാണ് അതിന്റെ മീനിങ്. യഥാർത്ഥത്തിന്റെ പ്രയോഗമായിട്ട് വരുമ്പോൾ അതിന്റെ ആവശ്യമില്ല. ലാ ദാഇയ പേടിക്കേണ്ട ആവശ്യമില്ല. അതേപോലെ പ്രയോഗിക്കാം. ലാ ബുദ്ധ എന്ന് പറഞ്ഞാൽ അനിവാര്യമാണ്, ഈസ് എസെൻഷ്യൽ. പിന്നെ സിഖത്തി ബിഅൻഫുസിക്കും, ആത്മധൈര്യം എപ്പോഴും അനിവാര്യമാണ്. നിങ്ങൾ നിങ്ങളെ കൊണ്ട് എന്ത് ചെയ്യുക, നിങ്ങൾ നിങ്ങളെ വിശ്വസിക്കുക, ഉറപ്പിക്കുക. മാലക തസാഉബ് യാ അബാ ബക്കർ, യാ അബാ ബക്കറിൻ തതസാഅബ എന്ന് പറഞ്ഞാൽ എന്താണ്, കോട്ടുമായിട്ട്. പല പ്രദേശത്തും പല ഇതിലായിരിക്കും പേര്. ഞങ്ങളുടെ നാട്ടിൽ കോട്ടുമായിട്ട് എന്നാണ് പറയുക. ആ വീട് ഞങ്ങൾ കോട്ടും കൂടെ ഇടും. അവിടെയൊക്കെ കോട്ടിടുമോ? തൃശ്ശൂരൊക്കെ കോട്ടുമായിട്ട്. അപ്പോ മാലക തതസാഅബു യാ അബാ ബക്കർ. ഓ തതസാഅബു നീ കോട്ടുവായിടുന്നു. തസാഅബ തസാഅല അതേ ഗ്രൂപ്പാണ്. തസാഅബ തബാറക തസാഅല തബാറക ഗ്രൂപ്പാക്കി പറയാൻ പറയുന്നുണ്ട്. തസാഅലക്ക് എല്ലാ വസനും ഇല്ലാത്തതുകൊണ്ടാണ് തബാറക ഗ്രൂപ്പാക്കാൻ. തസാഅല വരുമ്പോൾ പരസ്പരം ചോദിക്കണം. തസാഅബ വരുമ്പോഴത്തേക്ക് അതെല്ലാത്തിനും വരും. തസാഅബ കൊട്ടുവായിട്ടു, തസാഅബു നീ കൊട്ടുവായിടുന്നു. മാലക്, ഇപ്പൊ മാലക്ക എന്ന് പറഞ്ഞത് മറ്റൊരു പ്രയോഗമാണ്. ഇതൊക്കെ പ്രത്യേകം നമ്മൾ നോട്ട് ചെയ്ത് വെക്കേണ്ട സംഗതി. നിനക്കെന്താ എന്ന് നമ്മൾ ചോദിക്കണമെങ്കിൽ മാലക്. ഖുർആനിലൂടെ വായിച്ചിട്ടുണ്ട് മാലക്ക. തമന്നാല് വെറും തജ്വീദ് നിയമമുണ്ട് കേട്ടോ, കുട്ടികളെ. മാലക്കല തഅ്മനു എന്ന് പറയുന്നത് പോലെ ചുണ്ടു വയ്ക്കണം. പക്ഷേ അവിടെ ശബ്ദം മാത്രം പറഞ്ഞാൽ മതി. തഅ്മനൂന എന്നാണ് യഥാർത്ഥത്തിലുള്ളത്. തഅ്മനൂന മാലക ലാ തഅ്മനൂന. തഅ്മനു നീ താങ്കൾ വിശ്വസിക്കുന്നു. മാലക ലാ തഅ്മനൂന താങ്കൾ എന്തുകൊണ്ട് ഞങ്ങളെ വിശ്വസിക്കേൽപ്പിക്കുന്നില്ല. അപ്പൊ അങ്ങനെയാണ്. പക്ഷേ പാരായണത്തിൽ എന്തേ ഉള്ളൂ, രണ്ട് തേങ്ങ ചേർത്തിട്ട് ശബ്ദാണുള്ളത്. അവിടെ ലമ്മ ഒഴിവാക്കിയിട്ടുള്ളതെന്ന് അറിയുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം, ലമ്മിന്റെ അടയാളം ചിന്തിച്ച് കാണിക്കുക. അപ്പൊ മാലക ലാ തഅ്മന്ന, മാലക ലാ തഅ്മന്ന. ഓക്കെ, അപ്പോ മാലക താങ്കൾക്ക് എന്ത് പറ്റി?
നിനക്കെന്താ എന്നൊക്കെ ചോദിക്കുന്നിടത്ത് അങ്ങനെയാണ്. തതസാഅബു യാ അബാബക്കർ, യാ അബാബക്കറിൻ, യാ എന്ന് വിളിച്ചതുകൊണ്ട് അബിന് നെസ്ബെടുത്തു, അബാവെന്നു. പിന്നെ ബക്കറിന് അബാബക്കർ നമുക്കറിയാം, അതിനെ ബക്കറിലേക്ക് ഇളാഫത്ത് ചെയ്തുകൊണ്ട് ബക്കറിന് കസറുമാണ്. തതസാഅബു, നീ എന്തുകൊണ്ടാണ് നീ എന്താ കോട്ട് വേടുന്നത്? അബൂബക്കർ തനാവൽത്തു ദവാഅൻ ബഅദൽ ഫുതൂർ, തനാവൽത്തു ദവാഅൻ, ഞാൻ മരുന്ന് കുടിച്ചു. തനാവല എന്ന് പറഞ്ഞാൽ എന്താ? തനാവല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും കഴിച്ചു ഇതിനാണ് തനാവല പറയുന്നത്. തനാവല. അപ്പൊ തനാവൽത്തുൽ ഫുതൂർ, ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. മുമ്പ് എവിടെ വന്നിട്ടുണ്ട് കേട്ടോ. തനാവൽത്തുൽ ഗദാ, അക്കൽത്തുൽ ഫുതൂർ എന്നല്ല പറയുക. ശരിക്കും അതിന്റെ പ്രയോഗം അങ്ങനെയാണ്. അപ്പൊ അങ്ങനെ അക്കൽത്തുൽ ഫുതൂർ എന്ന് പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല. നമ്മൾ ഭക്ഷണം കഴിച്ചു എന്നും ചോദിക്കും, ഭക്ഷിച്ചു എന്നും പറയും അല്ലെ. ഭക്ഷിച്ചു എന്ന് പറയുമ്പോഴത്തേക്ക് പൂർണ്ണമായി, ഭക്ഷണം കഴിച്ചു എന്നാണ് പറയുന്നത്. അപ്പോ അതേപോലെ തനാവല ഉപയോഗിച്ചിട്ടാണ് ആ ഭക്ഷണത്തിന്റെ ഓരോ നേരത്തെ ഭക്ഷണം ചേർത്ത് പറയാം. ഫുതൂർ ആണെങ്കിൽ തനാവത്തുൽ ഫുതൂർ, തനാവത്തുൽ ഗദാ, തനാവത്തുൽ അശ. അതേസമയം അറബികൾ തഅശൈത എന്നും പറയും, തഗദ്ദൈത എന്നും പറയും, തഫത്തർത എന്നും പറയും. തഫത്തർത ഫുതൂർ, നീ ഫുതൂർ കഴിച്ചു. അതേപോലെ തഗദ്ദൈത, നീ ഉച്ചഭക്ഷണം കഴിച്ചു. തഅശൈത, നീ ഡിന്നർ കഴിച്ചു. അതിൻ്റെ ഇടയ്ക്ക് വേറെ സംഭവമൊന്നുമില്ല കേട്ടോ. ഇതൊക്കെ ബാക്കി നമ്മൾ ആഡ് ചെയ്തതാണ്. എന്താണ് ബിദഅത്ത്. ബാക്കി ഭക്ഷണങ്ങളെല്ലാം ഡോക്ടർ പറഞ്ഞു കൊടുക്കും എന്താണ്, പിന്നെ എക്സസ് ആണ്. അത് യഥാർത്ഥത്തിൽ പണ്ടേ മുതലേ ഉണ്ടായിരുന്നതാണ്. 3 തന്നെ വേണമെന്നില്ല എന്നാണ്. ഒരു നേരം അത് കഴിച്ചാൽ നമ്മളങ്ങനെ കഴിച്ച് ശീലിച്ചാൽ പിന്നെ അങ്ങനെ വരും. നമ്മളിപ്പോ 4, 5, 6 നേരമൊക്കെ കഴിക്കും. എനിവേ, അപ്പൊ തനാവൽത്തു ദവാഅൻ, ഞാൻ മരുന്ന് കഴിച്ചു, മരുന്ന് കഴിച്ചു. ബഅദൽ ഫുതൂർ, രാവിലെ 10 മണിക്ക്. ബഅദൽ ഫുതൂർ, ബ്രേക്ക്ഫാസ്റ്റിന് ശേഷം ഞാൻ എന്ത് ചെയ്തിരുന്നു? മരുന്ന് കഴിച്ചു. യബ്ദു അന്നഹു മുനവ്വിമുൻ, ഇപ്പൊ തനാവല എന്ന് എന്താണ്? തസാഅബ, തസാഅല പോലെ തനാവല, തനാവല ഉപയോഗിച്ചു, കഴിച്ചു എന്നർത്ഥം. തനാവല കരസ്ഥമാക്കി എന്നർത്ഥം. നാലയാണ് നേടി. ലൻ തനാലുൽ ബിർറ, നാല് തനാവല ഉപയോഗിച്ചു, കഴിച്ചു എന്നൊക്കെ അർത്ഥത്തിലാണ് വരിക. അപ്പോ ദവാ നമുക്കറിയാം. ദവാന്റെ ബഹുജനം എന്താണ്? അദ്വിയത്തുൻ. അദ്വിയത്തുൻ. യബ്ദു, യബ്ദു അറിയാലോ. ആരംഭിച്ചു. യബ്ദു, ബദായബ്ദു എന്താ അർത്ഥം? ആരംഭിച്ചു, സ്റ്റാർട്ട്. ഖദ് ബദത്തിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിഹിം, സൂറത്തു വെളിവായി. ബദത്തിൽ ബഗ്ദാഉ മിൻ അഫ്വാഹിഹിം, ആലി ഇംറാൻ. അബദ വെളിവാക്കി. അപ്പൊ യബ്ദു അത് വെളിവാകുന്നു. അന്നഹു ആണ് എന്ന്. മുനവ്വിമുൻ, നാമ ഉറങ്ങി. നവ്വമ ഉറക്കി. നസല ഇറങ്ങി, നസല ഇറക്കി എന്ന് പറയുന്ന പോലെ. നാമ ഉറങ്ങി, നവ്വമ ഉറക്കി. അതിന്റെ എന്തായിരിക്കും? മുനവ്വിമുൻ ഇസ്മുൽ മഫ്ഊൽ. മഫ്ഊൽ അല്ല, കസറാണ്. കസർ വന്നാല് അവസാനത്തിന് മുമ്പ് കസർ വന്നാൽ ഇസ്മുൽ ഫാഇൽ, മുനവ്വിമുൻ. അത് ഉറക്കുന്നതാണ് എന്ന് തോന്നുന്നു. അവിടെ നീട്ടി പറയാത്ത എന്താണെന്നോ അല്ല പറഞ്ഞത്. യബ്ദൂന്ന് പറയാതെ ഇല്ല.
വാവുണ്ടല്ലോ, ബദാ യബ്ദു എന്നാണ്. ബദാ എന്ന് പറയുമ്പോ ഹദാ പോലെയാണ്. ബദാ യബ്ദു. ഓക്കെ. ദആ യദ്ഉ പോലെ. ബദാ യബ്ദു, ദആ യദ്ഉ പോലെ അവിടെ വാവുണ്ട്. അതേപോലെ യബ്ദുവിന് വാവുണ്ട്. ബദാ യബ്ദു. പക്ഷെ ബദത്തിൽ ബഗ്ദാ എന്ന് പറഞ്ഞിടത്ത് പോയി. കാരണം അവസാനം സുക്കൂനുള്ള ഇത് വന്നതുകൊണ്ട്. ബദത്ത് സ്ത്രീലിംഗത്തിന് താ വന്നപ്പോ സ്ത്രീലിംഗത്തിന്റെ താഴെ സുക്കൂനാണ്. അതുകൊണ്ട് ദുർബലാക്ഷം പോയി. ബദത്ത്. അങ്ങനെയാണ് ബദത്ത് വന്നത്. ബദത്ത്. അപ്പൊ ഇവിടെ എന്തായി? വെളിവാകുന്നു. അതായത് അങ്ങനെയാണ് എന്ന് തോന്നുന്നു എന്ന അർത്ഥത്തിലാണ്. എബുദു അങ്ങനെയാണ് മനസ്സിലാകുന്നത്. എബുദു മനസ്സിലാകുന്നു എന്ന് പറയുന്ന അർത്ഥത്തിലാണ്. അന്നഹു മുനവ്വിമുൻ, എനിക്ക് ആ മരുന്ന് കഴിച്ചപ്പോ ഇപ്പൊ എന്ത് തോന്നുന്നു? അത് ഉറക്കം വരുത്തുന്നതാണെന്ന് തോന്നുന്നു. അപ്പൊ നമുക്കറിയാലോ, ഡോക്ടറെ കുറിച്ച് കൊടുക്കുന്ന മരുന്നുകൾക്കെല്ലാം മരുന്നുകൾ പലതും എന്താണ്? ചുമക്കുള്ള മരുന്നും പല മരുന്നുകൾ എന്താണ്? ഡ്രൗസിനെസ് ഉണ്ടാക്കുന്നല്ലേ? മയക്കം ഉണ്ടാകും. അതാണ്. അത് ഉറക്കം തൂങ്ങുന്നതാണ് ഉറക്കം ഉണ്ടാക്കുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. നമ്മുടെ വിഷയം രണ്ട് സംഗതിയാണ്. തനാവല, തസാഅല ഗ്രൂപ്പ്, അതേപോലെ നവ്വമ, നാമയെ നവ്വമയാക്കി. അപ്പൊ സബ്ബഹ ഗ്രൂപ്പിലുള്ള ക്രിയയാണ്. 3+ലുള്ള ക്രിയകളാണ് ഇത് രണ്ട്. മുദരിസ് ഇദ്ഹബ് ഇലാ ഗുർഫതിക വസ്തരിഹ്. ഇദ്ഹബ് ഇലാ ഗുർഫതിക, ഗോ ടു യുവർ റൂം. ഈ റൂമിൽ പോയിട്ട് വസ്തരിഹ്, ഇസ്തറാഹ. ഇപ്പൊ ഏത് ഗ്രൂപ്പായി? ഇസ്തറാഹ എന്ന് പറയുമ്പോ ഇസ്തഗ്ഫറ ഗ്രൂപ്പായി. റാഹ, ഇസ്തറാഹ, ഇസ്തഗ്ഫറ ഗ്രൂപ്പായി. അവസാനത്തെ ഗ്രൂപ്പിലെത്തി നമ്മൾ. ഇസ്തര എന്ന് പറഞ്ഞാല് റാഹത്തെടുക്കുക, വിശ്രമിക്കുക എന്നാണ് യഥാർത്ഥത്തിൽ ഭാഷാർത്ഥം. പിന്നെ നമ്മൾ വന്ന ആളോട് ഇരിക്കാൻ പറയുന്നതിന് ഇരിക്കുക, സിറ്റ് ഡൗൺ എന്നല്ല പറയേണ്ടത്. അയാളോട് ജിലിസ് എന്നല്ല പറയേണ്ടത്. പ്ലീസ് ഇജിലിസ് എന്നല്ല പറയുന്നത്. പ്ലീസ് വെയിറ്റ് എന്നാണ് ശരിക്കും അതിന്റെ ഹാവ് എ റെസ്റ്റ് എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ് അത് ഉപയോഗിക്കുക. വന്നയാളോട് താങ്കൾ ഇരിക്കൂ എന്നല്ല പറയേണ്ടത്. വളരെ ബഹുമാന പുരസ്സരം പറയുന്ന പ്രയോഗമാണ് ഇസ്തരാഹ്. ഇത് ഇവിടെ എന്താണ്? ഇവിടെ ഭാഷാർത്ഥത്തിലാണ്. ഇത് ഹബീല ഗുർഫതിക വസ്തരാഹ്, റൂമിൽ പോയിട്ട് റെസ്റ്റ് എടുക്കുക. ഇസ്തറാഹ. യഖ്റുജു അബൂബക്കർ, അബൂബക്കർ പോകുന്നു. ഉമർ യാ ഉസ്താദു ഇന്ന ഹാദൈനി ത്വാലിബൈനി യതശാജറാനി ദായിമൻ. ഇന്ന ഹാദൈനി ത്വാലിബൈനി. എന്തുകൊണ്ട് ഞാൻ ഇന്ന വായിച്ചു, ഇന്ന ഹാദൈനി എന്ന് വായിച്ചു? നൂലിന് ശബ്ദവും പത്രമൊന്നുമില്ല, വേറെ ഒന്നും വരാൻ സാധ്യതയില്ല. ഇൻ ഹാദൈനി എന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന തന്നെ പറയാൻ പറ്റും. ഇന്ന ഹാദൈനി. ഇനി ഇന്ന ഹാദൈനി എന്തുകൊണ്ട് ഇന്ന ഹാദാനി എന്ന് പറഞ്ഞില്ല? കൊണ്ട് നെസ്റ്റ് ചെയ്ത് കൊണ്ട് നെസ്റ്റ് ചെയ്തു. നീ അവിടെ ഉണ്ട് അല്ലെങ്കിൽ തന്നെ അദാനി. അദാനി എന്ന് പറഞ്ഞിട്ടുണ്ട്, നീ ഉണ്ട്. യാ കൊണ്ടാണ് ഇവിടെ നെസ്റ്റ് ചെയ്തത്. ഇന്ന ഹാദൈനി ത്വാലിബൈനി. പിന്നീട് ഹാദൈനി ത്വാലിബൈനി. ത്വാലിബൈനി അപ്പൊ എന്തായി? അതിന്റെ വിശേഷണമാണ്. ഹാദൈനി അത്വാലിബൈനി, ഈ രണ്ട് കുട്ടികൾ. യതശാജറാനി, തശാജറ, തസാഅലയുടെ മറ്റൊരു ഉദാഹരണം. അല്ലെങ്കിൽ തബാറക്ക് ഗ്രൂപ്പിലെ മറ്റൊരു ക്രിയ തശാജറ. യതശാജറാനി ദായിമൻ. ദായിമൻ എന്താ അർത്ഥം? ഓൾവേസ്, എപ്പോഴും. തശാജറ എന്ന് പറഞ്ഞാൽ ക്വാറൽ, വഴക്കടിക്കുന്നു. ക്വാറൽ വഴക്കടിച്ചു. തശാജറ വഴക്കടിച്ചു.
വഴക്ക് കൂടി എന്താ പറയാ, ചിലപ്പോ പ്രാദേശിക വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും. അതെ, വഴക്ക് കൂടിയാണ്. ശണ്ട കൂടി, തശാജറ ശണ്ട കൂടി. യതശാജറാനി ദാഇമൻ എപ്പോഴും എന്താണ്, ശണ്ട കൂടുന്നുണ്ട്. അപ്പൊ തശാജറ. അർജു അൻ തൻസഹഹുമ, അർജു അൻ തൻസഹഹുമ. നസഹ എന്താർത്ഥം? നസഹ ഉപദേശം. നസഹ അഡ്വൈസ്. നസഹ യൻസഹു, നസഹ യൻസഹു ഉപദേശിച്ചു. അർജു അൻ തൻസഹഹുമ, അവർക്ക് ഒരു ഉപദേശം കൊടുക്കണം എന്ന് ഞാൻ റിക്വസ്റ്റ് ചെയ്യാണ് താങ്കളോട്. അൽ മുദരിസ്. ലിമത് തശാജുറു യാ ഹാമിദു, ലിമത് തശാജുറു. അപ്പൊ ആ രണ്ട് കുട്ടികൾ എന്ന് പറഞ്ഞപ്പോ ഒന്ന് ഹാമിദ് ആയിരിക്കും, അതുകൊണ്ടാണ് ലിമത് തശാജുറു. അപ്പൊ തശാജറ യതശാജറുവിന്റെ എന്താണ് തശാജുറു? തബാറക്കയുടെ എന്താണ് തബാറുക്ക്? അമ്രാണ് തബാറുക്ക്. അല്ല, ഇത് പാസീവ് അല്ലേ? അമ്രിന്റെ കൂടെ അൽ വരുവോ? മസ്തർ. മസ്ദറാണ്. അമ്രിന്റെ കൂടെ അൽ വരികയില്ല. അമ്രും മാളി മുലാരി അമ്ര നഹി ഇതെല്ലാം എന്താണ്? ഫിഅലുകളാണ്. ഫിഅലിന്റെ കൂടെ അൽ വരികയില്ല. അതേസമയം ഇസ്മുൽ ഫാഇൽ, ഇസ്മുൽ മഫ്ഊൽ, മസ്ദർ ഇവയെല്ലാം എന്താണ്? അസ്മാ ആണ്. അവയുടെ കൂടെ അൽ വരും. അപ്പൊ ഇവിടെ എന്താണ്? ഇവിടെ മസ്ദറാണ് തശാജുറു, തബാറുക്ക്. നമ്മളന്ന് പട്ടികയൊക്കെ പറഞ്ഞു പഠിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ പറയുമ്പോഴത്തേക്ക് ഫാഇൽ മഫ്ഊൽ ഫിഅൽ എന്നൊക്കെ പറയുമ്പോൾ കുഴപ്പമൊന്നുമില്ല. തബാറക്ക് തബാറക്കുവിന്റെ ക്രിയ വരുമ്പോഴത്തേക്ക് തബാറുക്ക് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഒരു അപരിചിതം. അപ്പൊ അത് ഒക്കെ ഇവിടെ തീരുന്നുണ്ട്. തശാജുർ, തബാറുക്ക്, തശാജുർ. എന്താ ശണ്ട കൂടുന്നത്? ശണ്ടയുടെ കാര്യം എന്താണ്? ലിമത് തശാജുറു. അപ്പൊ ശണ്ട അല്ലെങ്കിൽ ശണ്ട കൂടൽ എന്തുകൊണ്ടാണ്? ലിമ യാ ഹാമിദ്. എന്താ ശണ്ട കൂടുന്നത്? ഹാമിദ്, ഹാമിദ്. ഇന്ന അബ്ബാസൻ യഖൂലു ലീ ദാഇമൻ യാ അഅ്വറു. ഇന്ന അബ്ബാസൻ യഖൂലു ലീ ദാഇമൻ, എപ്പോഴും എന്നോട് അബ്ബാസ് പറയുന്നത് എന്താ? യാ അഅ്വറു എന്ന. അഅ്വർ എന്ന് പറഞ്ഞാൽ ഒറ്റക്കണ്ണൻ. നമ്മൾ മലയാളത്തില് പൊട്ടക്കണ്ണൻ എന്നൊക്കെ പറയും. പൊട്ടക്കണ്ണൻ എന്ന് പറഞ്ഞാൽ കണ്ണ് തീരെ കാണാത്ത. അഅ്വർ എന്ന് പറയുമ്പോൾ ഒറ്റക്കണ്ണൻ. അഅ്വർ ഹദീസുകളിലൊക്കെ കാണും കേട്ടാ അഅ്വർ. ഈ മസീഹ് ദജ്ജാലിനെ പറയുന്ന ഭാഗങ്ങളിലൊക്കെ വരും. അബ്ബാസ്. അപ്പൊ ഹാമിദ് എന്താ പറഞ്ഞത്? ഇന്ന അബ്ബാസൻ യഖൂലു ലീ ദാഇമൻ യാ അഅ്വർ. ഇവൻ എന്നെ എപ്പോഴും അഅ്വർ, ഒറ്റക്കണ്ണ ഒറ്റക്കണ്ണാന്ന് വിളിക്കും. അബ്ബാസ്. ഹുവ യഖൂലു ലീ യാ അഅ്റജു. അവൻ എന്നെ എപ്പോഴും എന്താ വിളിക്കുന്നത്? മൊണ്ടിക്കാലാന്ന് വിളിക്കും. മുടന്തൻ. അഅ്റജ്. അഅ്റജ് ഖുർആനിലല്ലേ? ലൈസ അലൽ അഅ്മ ഹറജുൻ വലാ അലൽ അഅ്റജി ഹറജുൻ. അഅ്റജ് യഥാർത്ഥത്തിൽ ഗൈർ മുൻസരിഫാണ്. അഅ്റജ് ഒക്കെ ഗൈർ മുൻസരിഫാണ്. അവിടെ ഖുർആനിൽ വന്നപ്പോ അൽ വന്നതുകൊണ്ടാണ് കസ്ർ വന്നത്. ലൈസ അലൽ അഅ്മ വലാ അലൽ അഅ്റജി. അൽ വന്നതുകൊണ്ടാണ് കസ്ർ സ്വീകരിച്ചത്. അല്ലെങ്കിൽ എന്താണ്? അഅ്വറു അഅ്റജു ഒക്കെ ഗൈർ മുൻസരിഫായ പദങ്ങളാണ്. അഅ്വർ ഒറ്റക്കണ്ണൻ, അഅ്റജ് മുടന്തൻ. അൽ മുദരിസ് ലാ യജൂസു ഹാദാ യാ അഖവയ്യ, യാ അഖവയ്യ. നേരത്തെ രണ്ട് ദിവചനത്തിന്റെ ഒരു വാക്ക് പഠിച്ചായിരുന്നു തൊട്ട് മുമ്പ്. എന്താ പറഞ്ഞത്? ഇന്ന ഹാദൈനി. ഇന്ന ഹാദൈനി
അതേപോലെ അപ്പോ ഇത് രണ്ടുപേർ താലിബൈൻ. അതേപോലെ ഇവിടെ എന്ത് ചെയ്യും? യാ അഹവയ്യ. അഹവയ്യ എന്ന് പറഞ്ഞപ്പോ എന്താണ്? അഹുൻ സഹോദരൻ, അഹി എന്റെ സഹോദരൻ, അഹവാനി രണ്ട് സഹോദരന്മാർ. അപ്പൊ എന്റെ രണ്ട് സഹോദരന്മാരെന്ന് എങ്ങനെ പറയും? യാ മുത്തകല്ലിം ചേർക്കുമ്പോ അഹവയ്യ. അഹവയ്യ. യഹ്ദബിനതയ്യ എന്ന് പറഞ്ഞില്ലേ? അതേപോലെ യഹ്ദബിനതയ്യ എവിടെ പറഞ്ഞു? ഇനി ഉരീദു അൻ ഉൻകിഹക യഹ്ദബിനതയ്യ ഹാതൈൻ, സൂറത്തുൽ ഖസസ്. ഈ രണ്ട് പെൺമക്കളിൽ ഒരാളെ നിനക്ക് കല്യാണം കഴിച്ചു തരാൻ പറഞ്ഞ് ഉദ്ദേശിക്കുന്നു പറഞ്ഞില്ല മൂസാ നബി അലൈഹി സ്വലാം. അതേപോലെയാണ് അപ്പൊ ബിന്തയ്യ എന്റെ രണ്ട് പെൺകുട്ടികൾ, അഹവയ്യ എന്റെ രണ്ട് സഹോദരന്മാർ. യാ അഹവയ്യ രണ്ട് സഹോദരന്മാരെ, എന്റെ രണ്ട് സഹോദരന്മാരെ. ലാ യജൂസു ഹാദാ, അപ്പോ ഇറ്റ് ഈസ് നോട്ട് അലൗഡ്. ലാ യജൂസ്, ലാ യജൂസ്, ലാ യജൂസ്, ഇറ്റ് ഈസ് നോട്ട് അലൗഡ്, നോട്ട് പെർമിറ്റഡ്, അനുവദനീയമല്ല, ജായിസ് ആവുകയില്ല. അമാ സമയത്തുമാ ഖൗലഹു തആല ഫീ സൂറത്തുൽ ഹുജറാത്തി, സൂറത്തുൽ ഹുജറാത്തിൽ അല്ലാഹു തആല പറഞ്ഞത് എന്താണ്? അള്ളാന്റെ വാക്ക് നീ കേട്ടില്ലേ? ഖൗലഹു സമയത്തുമാ, അമാ സമയത്തുമാ നിങ്ങൾ രണ്ടുപേരും കേട്ടില്ലേ? അപ്പോ സമയത്തുമാ, സമയ അവൻ കേട്ടു, സമയ അവർ രണ്ടുപേരും കേട്ടു, സമയൂ അവർ കേട്ടു. സമയത്ത നീ കേട്ടു, സമയത്തുമാ നിങ്ങൾ രണ്ടുപേരും കേട്ടു, സമയത്തും നിങ്ങൾ കേട്ടു. അമാ സമയത്തുമാ നിങ്ങൾ രണ്ടുപേരും കേട്ടില്ലേ? അമാ ഇല്ലേ, അമാ സമയത്തുമാ നിങ്ങൾ രണ്ടുപേരും കേട്ടില്ലേ? ഖൗലഹു തആല എന്നതിനായ അള്ളാന്റെ വാക്ക് ഫീ സൂറത്തുൽ ഹുജറാത്തി, വലാ തനാബസു ബിൽ അൽഖാബ്, വലാ തനാബസു ബിൽ അൽഖാബ്. അപ്പൊ ലഖബ് കൊണ്ട് വിളിക്കരുത്. തനാബസ, തനാബസ എന്താണ്? പേര് വിളിക്കുക. എന്ത് പേര് വിളിക്കുക? മോശമായ പേര് വിളിക്കുന്നതിനാണ് തനാബസ എന്ന് പറയുന്നത്. തനാബസ, തനാബസ. പേര് എന്നൊക്കെ പറയില്ലേ? ആ എന്ത് പേര് അതൊന്നും അറിയാം. ഞങ്ങളുടെ നാട്ടിൽ ബി പേരെന്നാ പറയുന്നത്. ഇരട്ട പേരെന്ന് പറയും. കളിപ്പേര്, ഇത് കളിപ്പേര്. ആ കളിപ്പേരെന്ന് പറഞ്ഞാൽ കളിയാക്കാനുള്ള പേര് അല്ലെ? നമ്മളിവിടെ എന്തായിരുന്നാലും പറയാ. കേൾക്കുന്ന ആൾ ഇഷ്ടപ്പെടാത്ത വാക്കാണത്. അയാളെ രണ്ടാമതൊരു പേര് കൊണ്ട് പറയുന്നതിന് ലഖബ് എന്ന് പറയും. അതായത് മറ്റൊരു പേര് വിളിക്കുന്നതിന് ഈ ലഖബ് എന്ന് പറയും. ആ ലഖബ് കേൾക്കുന്ന ആൾക്ക് സ്വീകാര്യോഗ്യമാണെങ്കിൽ അതെന്തല്ല, അത് തനാബുസ് അല്ല. അതേസമയം ആൾക്ക് ഇഷ്ടപ്പെടാത്തതാണെങ്കിൽ തനാബുസ് ആണ്. അതിനാണ് ലാ തനാബുസ്, ലാ തനാബസു, ടു കോൾ ഈച്ച് അതർ നെയിംസ് എന്നാണ് അതിൽ കൊടുത്തിരിക്കുന്നത്. ഇഷ്ടമില്ലാത്ത പേര് വിളിക്കുക. ലാ തനാബസു, ഇരട്ടപ്പേര് വിളിക്കരുത്. ബിൽ അൽഖാബ്, ലഖബ് എന്ന് പറഞ്ഞാൽ രണ്ടാമത്തെ പേര്. അങ്ങനെ നിങ്ങൾ ഇരട്ടപ്പേര് വിളിക്കരുത്. ലാ തനാബസു ബിൽ അൽഖാബ്, അൽ ഹുജറാത്ത് 11. അപ്പോ തനാബസ, തനാബസയുടെ മസ്ദർ എന്തായിരിക്കും? തനാബുസ്. നാബസ അല്ല, മസ്ദർ. തനാബുസ്, തബാറുക്. അപ്പൊ വത്തനാബുസു ഹുവ അൻ യദ്ഉ ബഅദുനാ ബഅദൻ ബിലഖബിൻ സൂഇൻ. ഇവിടെ തന്നെ ഉണ്ട് നിർവചനം കേട്ടാ. മാഹിയ തനാബുസ് എന്ന് ചോദിച്ചാൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്താണ്. അത്തനാബുസു, തനാബുസ് എന്ന് പറഞ്ഞാൽ ഹുവ അത് അൻ യദ്ഉ ബഅദുനാ ബഅദൻ, നാം പരസ്പരം വിളിക്കൽ. ബഅദുനാ ബഅദൻ, നമ്മൾ ചിലർ മറ്റു ചിലരെ വിളിക്കലാണ്.
ബിലഖബി സൂഇൻ, മോശമായ രണ്ടാം പേര്. ലഖബ് എന്ന് പറഞ്ഞാൽ പിന്നെ പരിചയപ്പെട്ടാൽ അറബികൾ പരിചയപ്പെട്ടാൽ ചോദിക്കും മസ്മുബിനക്, മോന്റെ പേരെന്താ? മോന്റെ പേര് ഷമീം എന്നാണ്. പിന്നെ അവർ വിളിക്കുക എന്താണ്? അബു ഷമീം എന്ന്. അബു ഷമീം. അപ്പൊ അതെന്താണ്? അത് ലഖബാണ്. അതേസമയം ലഖബ് സൂ ആണെന്ത്? തനാബുസ്. തനാബുസ്, മോശമായ രണ്ടാം പേര്. മോശമായ രണ്ടാം പേര് വിളിക്കുന്നതാണ് തനാബുസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മളെ വിഷയം തനാബസ, തനാബസു, തനാബുസ്. അപ്പോ മാദിയും മുദാരിയുമായി മസ്ദറുമായി. അപ്പൊ എല്ലാ തനാബസു എന്ന് പറഞ്ഞിടത്ത് ലഹിയാണ്. പിന്നെ അതിന്റെ തനാബുസിന്റെ എന്ത് പറഞ്ഞു? അതിന്റെ ഡെഫിനിഷനും പറഞ്ഞു, നിർവചനവും പറഞ്ഞു. ലാ യംബഗി ലിൽ മുസ്ലിമീൻ. ലാ യംബഗി നമ്മൾ മുമ്പ് പഠിച്ചിട്ടുള്ളതാണ് അല്ലേ? എന്ന് പറഞ്ഞാൽ ലാ യംബഗി എന്ന് പറഞ്ഞാൽ എന്താണ്? ആ, തേടരുതെന്നല്ല, അത് ലാ തബ്തഗി, പരിശ്രമിക്കരുത്. ലാ യംബഗി എന്ന് പറഞ്ഞാൽ ഭൂഷണമല്ല, അനുയോജ്യമല്ല. ലാ യംബഗി നേരത്തെ വന്നിട്ടുണ്ട്, ഇവിടെ ഒന്നും കൊടുത്തിട്ടില്ല. ലാ യംബഗി ലിൽ മുസ്ലിമീൻ, മുസ്ലിങ്ങൾക്ക് യോജിച്ചതല്ല എന്ത്? അൻ യതനാബസു, അവർ തനാബുസ് ചെയ്യൽ. യതനാബസു. അപ്പൊ എന്ത് ചെയ്തു? അൻ വന്നതുകൊണ്ട് എന്തായി? നൂന് പോയിട്ട് നസ്ബ് ചെയ്തു. ഫഖദ് നഹാന അല്ലാഹു തബാറക വ തആല. പിന്നെ തബാറക ഉപയോഗിച്ച് തസാഅല ഗ്രൂപ്പ്. തബാറക വ തആല, തബാറക വ തആല. തആല, തആലയുടെ മുളാരി എന്തായിരിക്കും? താലക്ക് മുമാരിയില്ലല്ലോ അല്ലേ? തആല, ആ തആല അല്ല, ഇവിടെ ഒരു അവസാനം ഒരു യാ കൂടെ ഉണ്ട്. തആല, തആല. ഇവിടെ തആല എന്ന് പറയുന്നത് എന്താണ്? തബാറക ഗ്രൂപ്പിലുള്ള മറ്റൊരു ക്രിയയാണ്. തആല യാ ഹാമിദു എന്ന് പറഞ്ഞിടത്ത് എന്താണ്? അത് ഉറച്ച പദമാണ്. അവിടെ തആല, തആലൗ, തആലി, ആ മൂന്ന് കൽപ്പനയുടെ രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. കൽപ്പനയുടെ രൂപങ്ങൾ മാത്രമേ അതിനുള്ളൂ. തആല എന്ന ഉറച്ച നാമമാണ്, ഉറച്ച പദമാണ്. അതിന് കൽപ്പനയുടെ രൂപങ്ങൾ മാത്രമേ ഉള്ളൂ. അതേസമയം ഇവിടെ വന്നത് എന്താ? തആല, ഉന്നതനായി. തബാറക്കയുടെ അതേ ഗ്രൂപ്പാണ് തആല. തബാറക്കയിൽ എത്ര അക്ഷരമുണ്ട്? തആലയിൽ എത്ര അക്ഷരം നോക്കുക? തബാറക. അതേപോലെ തആല. മൂന്നും രണ്ടും 5 അക്ഷരമുണ്ട്. തബാറക വ തആല. അൻഹു, നഹാന അൻഹു, നഹാന അല്ലാഹു അൻഹു. പിന്നെ അള്ളാഹയുടെ വിശേഷണമാണ് തബാറക്കയും. അള്ളാഹയെ കുറിച്ച് വിശേഷിപ്പിച്ച് പറഞ്ഞതാണ് തബാറക്കയും തആലയും. അവൻ അനുഗ്രഹമുടയവനായിരിക്കുന്നു, ഉന്നതനായിരിക്കുന്നു എന്ന ക്രിയാരൂപമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മൾ മലയാളത്തിൽ പറയുമ്പോൾ ഉന്നതനും മഹാനുമായ, അനുഗ്രഹപൂർണനും ഉന്നതനുമായ അള്ളാഹ് പറഞ്ഞിരിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലെങ്കിൽ വിലക്കിയിരിക്കുന്നു എന്നാണ് പറയുന്നത്. ഇതിവിടെ ക്രിയാരൂപങ്ങളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നഹാന അല്ലാഹ്, അള്ളാഹ് നമ്മെ വിലക്കിയിരിക്കുന്നു. ഏതള്ളയാണ്? തബാറക, അവൻ അനുഗ്രഹപൂർണനായിരിക്കുന്നു.
വതആല അവൻ ഉന്നതനായിരിക്കുന്നു. അങ്ങനെയുള്ളവനായവൻ നഹാന അൻഹു, നഹാന അല്ലാഹു അൻഹു. ഇതിനിടയിൽ വിശദീകരണം പറഞ്ഞാണ് തബാറക വതആല അള്ളാഹിനെ കുറിച്ചുള്ള വിശദീകരണം പറഞ്ഞു. പിന്നെ ബാക്കി പറയുന്നത് നഹാന അല്ലാഹു കഴിഞ്ഞാൽ പിന്നെ അൻഹു, അതിനെ സംബന്ധിച്ച് അള്ളാഹ് നമ്മളെ വിലക്കിയിട്ടുണ്ട്. അപ്പൊ നഹായുടെ കൂടെ വരുന്ന പ്രിപ്പോസിഷൻ ആണത് അൻ. നഹാ അൻ, അതിനെ കുറിച്ച് വിലക്കിയിരിക്കുന്നു. വസമ്മാഹു ഫുസൂഖൻ, സമ്മ യുസമ്മി മറ്റൊരു ക്രിയയാണ്. 3+ലുള്ള എല്ലാ ക്രിയകളും, ഈ വരുന്ന ഈ പാഠത്തിലുള്ള 3+ലുള്ള എല്ലാ ക്രിയകളും നമ്മൾ പ്രത്യേകം എഴുതി എടുത്ത് പഠിക്കണം. കാരണം ഈ പദങ്ങളൊക്കെയും നമുക്കറിയാം. ഈ കോഴ്സ് ദുറൂസുൽ ലുഗത്തുൽ അറബിയ എന്നാണ് ഇസ്ലാമിക കോഴ്സ്. അതുകൊണ്ട് ഖുർആനിക പദങ്ങളാണ് അതിൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. സമ്മ, സമ്മ ഖുർആനിൽ വായിച്ച ഓർമ്മയുണ്ടെങ്കിൽ ആരെങ്കിലും ഒരാഴ്ച പറയും സമ്മ. യുസമ്മ സൽസബീല. എന്താണ്? യുസമ്മ സൽസബീല. യുസമ്മ. അയിനും ഫിഹ യുസമ്മ അല്ല തുസമ്മ. തുസമ്മ സൽസബീല എന്നല്ലേ, യുസമ്മയാണോ? കാരണം അയിന് സ്ത്രീലിംഗമാണ്. തുസമ്മ അതിനെ വിളിക്കപ്പെടുന്നു. അപ്പൊ അതിന്റെ മജ്ഹൂലാണ്, മുദാരിയുടെ മജ്ഹൂലാണ് തുസമ്മ സൽസബീല. ഇന്നി സമ്മൈതുഹ മറിയം. എന്താർത്ഥം? ഞാൻ അവൾക്ക് മറിയം എന്ന് പേര് കൊടുത്തു. അങ്ങനെ പല സ്ഥലങ്ങളിലും വന്നിട്ടുണ്ട്. അത് തന്നെ, സമ്മൈതുമുഹ വഅൻതും വആബാഉക്കും, നിങ്ങളും നിങ്ങളെ വാപ്പായും പേര് കൊടുത്തിരിക്കുന്നതാണ്. അതിനെ ഒന്നും ആരാധിക്കേണ്ടതില്ല, അതൊക്കെ വെറും വിഗ്രഹങ്ങളാണ് എന്ന് പറഞ്ഞു കൊടുത്താൽ. അപ്പൊ തആലാഹു സമ്മാഹു ഫുസൂഖൻ, അള്ളാഹ് അതിനെന്ത് ചെയ്തിരിക്കുന്നു? നാമകരണം. അതിനെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അതിന്റെ പേര് പറഞ്ഞത് ഫുസൂഖ് എന്നാണ് അതിനെ പേര് പറഞ്ഞത്. വലാ തനാബസു ബിൽ അൽഖാബ് ബിഇസൽ ഇസ്മുൽ ഫുസൂഖ്, ബിഇസൽ ഇസ്മുൽ ഫുസൂഖ് ബഅദൽ ഈമാൻ എന്ന് പറഞ്ഞു. അപ്പൊ എത്ര മോശമായ ബിഇസൽ ഇസ്മുൽ ഫുസൂഖ്, എത്ര മോശമായ അധർമ്മത്തിന്റെ പേരാണ് ഫുസൂഖ്. അധർമ്മം എന്നാണ് അതിനെ പേര് കൊടുത്തത്. സമ്മാഹു ഫുസൂഖൻ. നമ്മുടെ വിഷയം സമ്മാ യുസമ്മി. ഇപ്പൊ സമ്മാ യുസമ്മിയുടെ കൽപ്പന എന്തായിരിക്കും വരിക? സമ്മാ യുസമ്മി അവസാനം ഗർഭരാഷ്ട്രം വന്നുകൊണ്ട് കൽപ്പന വരുമ്പോ എന്തായിരിക്കും? സമ്മി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ ബുനയ്യ സമ്മില്ലാഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആരോട് പറഞ്ഞു? ഇല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം ഭക്ഷണം കഴിച്ച പേരിങ്ങനെ വായിലിരിക്കും, വരുന്നില്ല. എന്തായിരുന്നാലും കുട്ടിയോട് എന്ത് പറഞ്ഞു? സമ്മി, നീ നാമം ചെയ്യുക. അള്ളാഹുവിനെ നാമം ചെയ്യാൻ അള്ളാഹിന്റെ പേര് പറയാ. യബനിയ സമ്മില്ല. അപ്പൊ അതാണ് സമ്മ യുസമ്മി സമ്മി. സമ്മു, നിങ്ങൾ പേര് വിളിക്കൂ. ഫതൂബ ഇലല്ലാഹി. ഇവിടെ ബാക്കി നഹാന അല്ലാഹു തബാറക വതആല അൻഹു വസമ്മാഹു ഫുസൂഖൻ. അള്ളാഹു നമ്മെ അതിൽ നിന്നും വിലക്കിയിരിക്കുന്നു. അള്ളാഹ് അതിനെ കുറിച്ച് പറഞ്ഞത് ഫുസൂഖ് എന്നാണ്, അധർമ്മം എന്നാണ്. തൂബ, തൂബ എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? എന്ത് വസിനാണ് ഇത്? തൂബ എന്ന് പറഞ്ഞാൽ എന്ത് വസിനാണ്? എന്ത് അമ്ര? മറിഞ്ഞ ആളോട് പറയുന്ന
യതൂബിന്റെ ഫതൂബ ഇത് കൽപ്പന കൽപ്പന രണ്ടാളോടുള്ള കൽപ്പനയാണ്. തുബ് അതെ തുബ് എന്താണ് നീ പശ്ചാത്തലിക്കൂ. തൂബ നിങ്ങൾ രണ്ടുപേരും പശ്ചാത്തലിക്കൂ. അപ്പൊ തുബ് എന്ന് പറയുമ്പോഴത്തേക്ക് താപ യതൂബു എന്ന് പറയുന്നത് എന്തുണ്ട്? അപൂർണക്രിയയുടെ മധ്യത്ത് ദീർഘമുണ്ട്. താപ അപൂർണക്രിയയിലുണ്ട്, താപ യതൂബു എന്നുണ്ട്. അപ്പൊ ആ ദീർഘം പോകാനുള്ള കാരണം അവസാനത്തിൽ സുക്കൂൻ വന്നതുകൊണ്ടാണ്. തുബ് എന്ന് പറഞ്ഞപ്പോ കുൽ അല്ലെങ്കിൽ ഇഫ്തഹ് എന്ന് പറയുന്നത് അവസാനം സുക്കൂനാണ് കൽപ്പനക്രിയ. അപ്പൊ കൽപ്പനക്രിയയെ കാണുന്നത് കൊണ്ട് അവസാനം സുക്കൂൻ വന്നത് കാരണമായി അതിനെ തൊട്ട് മുമ്പുള്ള അക്ഷരത്തെ കളഞ്ഞു, തുബ് എന്നാക്കി. തുബ് എന്നാക്കി. പിന്നീട് എന്താണ് തൂബ്, തൂബ് എന്നല്ലേ വരിക. തൂബ് എന്ന് വരുന്നിടത്ത് അവസാനം സുക്കൂൻ ആയതുകൊണ്ട് ഇടയിലുള്ള അക്ഷരം കഴിഞ്ഞിട്ടാണ് തുബ് എന്നാക്കി. തൂബ് തൂബ എന്ന് പറയുമ്പോൾ ആ ഒരു പ്രശ്നം വരുന്നില്ല. ഇഫ്തഹ് ഇഫ്തഹ എന്ന് പറഞ്ഞതുപോലെ തൂബ് തൂബ എന്ന് പറയുമ്പോൾ രണ്ടാളോട് പറയുമ്പോൾ തൂബ എന്നാണ് വരുന്നത്. അപ്പോ ഇടയിൽ സുക്കൂൻ വരുന്ന പ്രശ്നം വരുന്നില്ല. അല്ലെങ്കിൽ അവസാനം സുക്കൂൻ വന്നിട്ട് ഇടയിൽ സുക്കൂൻ രണ്ട് സുക്കൂൻ ഒരുമിച്ച് വരുന്ന വിഷയം വരാത്തത് കൊണ്ട് ഇതായി പോയ ദുർബലാക്ഷൻ തിരിച്ചു വരും. നമ്മള് കുൽ കൂലു എന്നല്ലേ പറയും. അതേപോലെ തുബ് തൂബു എന്ന് പറയും. അതേപോലെ ദിവചനം വരുമ്പോ തൂബ തൂബ. നിങ്ങൾ രണ്ടുപേരും പശ്ചാത്തലിച്ച് പറഞ്ഞു. തൂബ ഇലല്ലാഹി വസ്തഗ്ഫിർ വസ്തഗ്ഫിറാഹു. തൂബ ഇലല്ലാഹി നിങ്ങൾ അല്ലാഹുവിലേക്ക് പശ്ചാത്തലിച്ച് മടങ്ങുക. വസ്തഗ്ഫിറാഹു അപ്പൊ നമ്മൾ പഠിച്ച ഇസ്തഗ്ഫറയും വന്നു. ഇസ്തഗ്ഫർ വന്നപ്പോ 3+3 ക്രിയയാണ്. 3+3 ക്രിയ. ഈ ജെൻഡറിന്റെ വ്യത്യാസം ഇല്ല അല്ലെ? തൂബ തൂബ തൂബയില് ജെൻഡറിന്റെ വ്യത്യാസമില്ല. തൂബ ഇലല്ലാഹി വസ്തഗ്ഫിറാഹു. അപ്പോ ഇസ്തഗ്ഫിർ ഇസ്തഗ്ഫിറാ ഇസ്തഗ്ഫിറൂ. നമ്മൾ പഠിക്കാത്ത പദങ്ങളൊക്കെ ഇടയ്ക്ക് ചേർക്കണം കേട്ടോ. ടേബിൾ വലുതാക്കി എഴുതാൻ പറഞ്ഞില്ലേ? കഴിഞ്ഞ പ്രാവശ്യം എഴുതി നോക്കിയാ? ടേബിൾ വലുതാക്കി എഴുതണം. നമ്മൾ പഠിച്ച 21 രൂപങ്ങളുടെ ടേബിള് A4 ഷീറ്റിൽ വലുതായിട്ട് എഴുതണം. 21 രൂപങ്ങൾ എഴുതണം. അത് എന്ത് ചെയ്യണം? കട്ടിയുള്ള പെണ്ണ് കൊണ്ട് അല്ലെങ്കിൽ വീതിയുള്ള മാർക്കിംഗ് പെണ്ണ് കിട്ടും കേട്ടോ. മാർക്കിംഗ് പെൻ എന്നല്ല എന്ന് പറയുന്നത് എന്താണ്? ചാർട്ട് പെൻ. ചാർട്ട് പെൻ എന്ന് പറഞ്ഞാൽ കിട്ടും. അതായത് അതിൽ വീതി ഉണ്ടാവും. നമ്മൾ സാധാരണ മാർക്കറിന് ചിലപ്പം ടിപ്പ് നൈസായിരിക്കും, നേർത്തതായിരിക്കും. ഇത് ചിസൽ ടിപ്പ് എന്നാണ് നമ്മൾ സാധാരണ പറഞ്ഞു കേട്ടിട്ടുള്ളത്. ഇവിടെ അത് സ്റ്റേഷനറി ഷോപ്പിലൊന്നും പറഞ്ഞിട്ട് മനസ്സിലായില്ല. പക്ഷെ അവർ പറഞ്ഞത് ഇത് ചാർട്ട് പെൻ എന്നാണ് പറയുന്നത്. ചാർട്ട് എഴുതാനുള്ള പെന്നാണ്. അതിൽ വീതി ഉണ്ടാവും. അത് വൈറ്റ് ബോർഡ് മാർക്കർ അല്ല. വൈറ്റ് ബോർഡിൽ അത് വെച്ച് എഴുതിയാൽ, ചാർട്ട് പെൻ വെച്ച് വൈറ്റ് ബോർഡിൽ എഴുതിയാൽ പെട്ടെന്ന് മായ്ക്കാൻ പറ്റില്ല. അതിനൊക്കെയാണ് അത് പ്രാക്ടിക്കലി കണ്ടിട്ടുള്ളത്. ആ ചാർട്ട് പെൻ വാങ്ങിയാൽ വീതിക്ക് എഴുതാൻ പറ്റും. അത് നമ്മൾ A4 അല്ലെങ്കിൽ A3 പേപ്പറിൽ വലുതായിട്ട് എഴുതുക. നമ്മൾ പഠിച്ച 21 രൂപ. പിന്നെ നമ്മൾ വിട്ടുപോയ ബാക്കി രൂപങ്ങളൊക്കെ അതിന്റെ ഇടയിൽ എന്ത് ചെയ്യണം? ഗ്യാപ്പ് ഇട്ട് വേണം എഴുതാൻ. വലുതായിട്ട് എഴുതണം, ഗ്യാപ്പ് ഇട്ട്. ബാക്കിയെല്ലാം നമ്മൾ ചെറിയ പെണ്ണുകൊണ്ട് എഴുതണം. അപ്പൊ നമ്മൾ പഠിച്ചതും നമ്മൾ മെയിൻ ആയിട്ടുള്ളതും അല്ലാത്തതും ഇടയിലുള്ളതും നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഇസ്തഗ്ഫിറൂ എന്നാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ഇസ്തഗ്ഫിർ നീ പൊറുക്കലിനെ തേടും. ഇസ്തഗ്ഫിറാ നിങ്ങൾ രണ്ടുപേര് പൊറുക്കലിനെ തേടും. ഇസ്തഗ്ഫിറൂ നിങ്ങൾ ഇസ്തഗ്ഫിറാഹു അവനോട് പശ്ചാത്തലം പൊറുക്കലിനെ തേടൂ. തൂബ നിങ്ങൾ രണ്ടുപേരും അവനോട് പശ്ചാത്തലത്തിൽ വളർന്നു. ഇസ്തഗ്ഫിറാഹു നിങ്ങൾ രണ്ടുപേരും അവനോട് പൊറുക്കലിനെ തേടൂ. ഹാമിദ് അബ്ബാസ് നതൂബു ഇലല്ലാഹി വനസ്തഗ്ഫിറുഹു. ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കാൻ വേണ്ടിയാണ് കേട്ടോ. അവർ രണ്ടുപേരോട് പറഞ്ഞതുകൊണ്ട് എന്ത് പറഞ്ഞു? ദ്വിവചനം പറഞ്ഞു. പിന്നീട്
രണ്ടുപേരും കൂടെ പറയുകയാണ്. രണ്ടുപേരും കൂടെ പറയുന്നതിന് ഏകവചനം കഴിഞ്ഞാൽ പിന്നീട് ബഹുവചനമേ ഉള്ളൂ. രണ്ട് മുത്തക്കല്ലിമിന് ഏകവചനവും ബഹുവചനമേ ഉള്ളൂ. സംസാരിക്കുന്ന ആള് ഒന്നായിരുന്നാലും രണ്ടായിരുന്നാലും അതിലധികമായിരുന്നാലും ഒന്നേ ഉള്ളൂ, ഒറ്റ പ്രയോഗമേ ഉള്ളൂ. എന്താണ് ഏകവചനം കഴിഞ്ഞാൽ പിന്നീട് ബഹുവചനം. അപ്പൊ അതുകൊണ്ടാണ് പറഞ്ഞത് നതൂബു ഇലല്ലാഹ്, ഞങ്ങൾ അള്ളാഹിലേക്ക് പശ്ചാത്തപിച്ച് വളർന്നു. വനസ്തഗ്ഫിറുഹു, ഞങ്ങൾ അവനോട് പൊറുക്കലിനെ. അൽ-മുദരിസ് അവദ്ദു അൻ തതസാഫഹ, അവദ്ദു അൻ തതസാഫഹ, അവദ്ദു ഞാൻ ആഗ്രഹിക്കുന്നു, വദ്ദ യവദ്ദു പഠിച്ചിട്ടുണ്ടോ? വദ്ദ അതെ അതെ പഠിച്ചിട്ടുണ്ട്. യവദ്ദു അഹദുക്കും അൻ തകൂന ലഹു ജന്നത്തുൻ മിൻ നഖീൽ, സൂറത്തുൽ ബഖറയിൽ. വദ്ദ യവദ്ദു, കൊണ്ടാക്കി എന്നുള്ളൊരു അർത്ഥമുണ്ടോ വദ്ദ? അത് വദ്ദ, യാത്ര അയച്ചു. അവദ്ദു ഇവിടെ എന്താണ്? അയിനില്ല. വദ്ദ, വദ്ദ യവദ്ദു, വുദ്, വദ്ദ യവദ്ദുവിന്റെ ക്രിയാധാതുവാണ് വുദ്. വുദ്ദുണ്ട് മറിയമിൽ അല്ലെങ്കിൽ താഹിറായിരിക്കും. സുഹൃത്ത് മറിയമിലെ താഹിർ അവിടെ ഉണ്ട്. ബുദ്ധ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആയത്ത് അവസാനിക്കുന്നത്. അവദ്ദു ഞാൻ ആഗ്രഹിക്കുന്നു. തസാഫഹ, തസാഫഹ തബാറക്കയിലെ മറ്റൊരു ക്രിയയാണ്. തസാഫഹ എന്ത് ചെയ്തു? മുസാഫഹത്ത് ചെയ്തു. തസാഫഹ മുസാഫഹത്ത് ചെയ്തു. എന്താന്ന് പറയാ? ഷേക്ക് ഹാൻഡ് ചെയ്തു, മുസാഫഹത്ത് ചെയ്തു. അവദ്ദു അൻ തസാഫഹ, നിങ്ങൾ ഷേക്ക് ഹാൻഡ് കൊടുക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യുന്നു? യതസാഫഹാനി, അവർ രണ്ടുപേരും മുസാഫഹത്ത് ചെയ്യുന്നു. അർജു അൻ തസ്മഹ ലി ബിൽ ഇൻസിറാഫ് ഫഇന്നനി അശ്ഉറു ബിതഅബിൻ ശദീദിൻ. അലി, അപ്പൊ അലി എന്ത് പറഞ്ഞു? അർജു അൻ തസ്മഹ ലി ബിൽ ഇൻസിറാഫ്, ഇൻസറഫ, ഇൻസറഫ യൻസരിഫു, ഇൻസറഫ പിരിഞ്ഞുപോയി, ഇൻസറഫ, ഇൻസറഫ പിരിഞ്ഞുപോയി. ബിൽ ഇൻസിറാഫ് അർജു അൻ തസ്മഹ ലി, എനിക്ക് പെർമിറ്റ് ചെയ്യാൻ, അനുവദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. ബിൽ ഇൻസിറാഫ് പിരിഞ്ഞു പോകുന്നതിന്. ബിൽ ഇൻസിറാഫ് ഇപ്പൊ എന്താണ്? ഇൻഫഅല ഗ്രൂപ്പ് എന്ന് പറയും. ഇൻഫഅല, ഇൻസറഫ നമ്മൾ പഠിച്ചില്ല അത്. സോറി, അല്ല ഇൻകലബ, കലബ, കലബ, അതെ ശരിയാണ്. ഇൻകലബ, ഇൻകലബ ഗ്രൂപ്പ്, ഇൻസറഫ പഠിച്ചു. ഇൻ അധികമായി വരുന്നത് ഇൻകലബ. ഇൻകലബയുടെ കൂടെ വേറെ എന്താ പഠിച്ചത്? ഇൻകലബ മാത്രം പഠിച്ചു. ഇൻസറഫ ഗ്രൂപ്പ്, അല്ല ഇൻകലബ ഗ്രൂപ്പ്. അപ്പൊ എന്തായി? ഇൻസറഫ പിരിഞ്ഞുപോയി. സർഫ് അറിയാമല്ലോ, വേർതിരിക്കൽ, സർഫ്. അപ്പൊ ഇൻസറഫ പിരിഞ്ഞു പോയി, സ്വയം പിരിഞ്ഞു. പിരിഞ്ഞു പോകാൻ ഞാൻ, അപ്പൊ ഇത് പഠിക്കാൻ വേണ്ടിയാണ് ഈ വാക്കിവിടെ. പിരിഞ്ഞു പോകാൻ എന്നെ അനുവദിക്കാൻ ഞാൻ റിക്വസ്റ്റ് ചെയ്യുന്നു. ഫഇന്നനി അശ്ഉറു, അശ്ഉറു പഠിച്ചിട്ടുണ്ടോ? വഹും ലാ യശ്ഉറൂൻ, എന്താർത്ഥം? അറിയുകയില്ല. അറിയുന്നു, ഗ്രഹിക്കുന്നു എന്നൊക്കെയുള്ള ഷഅറ യശ്ഉറു. ഇവിടെ എന്താർത്ഥം? ഫഇന്നനി അശ്ഉറു, ഐ ഫീൽ, എനിക്ക് അനുഭവപ്പെടുന്നു.
ബിതഅബിൻ ഷദീദിൻ. തഅബ് ക്ഷീണം. എന്താണ്? ക്ഷീണം. അശാർ ഇവിടെ എഴുതിയിരിക്കുന്നത് ടു പെർസീവ്, ഫീൽ, റിയലൈസ് എന്നൊക്കെയുള്ള മീനിങ് ആണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. താബ് ക്ഷീണം. എനിക്ക് എന്ത് ചെയ്യുന്നു? ബിതാബിൻ ഷദീദിൻ കഠിനമായ ക്ഷീണം ഉണ്ട്. ഷദീദ് കഠിനമായ ക്ഷീണമുണ്ട്. എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോകാൻ അനുവദിക്കണം. എന്ത് ചെയ്തു? ഇൻസറഫ് എന്ന വാക്ക് പഠിച്ചു. അത് മുദരിസ്. ഇയ്യാക അൻ തതമാറദ യാ അലി. ഇയ്യാക അൻ തതമാറദ. ഇയ്യാക. എന്താണ് ഇയ്യാക? ഇയ്യാക നിന്നെ മാത്രമല്ല, ടേക്ക് കെയർ എന്ന അർത്ഥത്തിലാണ്. തതമാറദ. തതമാറദ എന്ത് ചെയ്യണം? മറന്നെന്താ? രോഗം. പിന്നെ നഴ്സിൽ എന്താ പറയുന്നത്? മുമരിള. മുമരിളുൻ പറയാം, മുമരിളത്തുൻ പറയാം. മെയിൽ നേഴ്സും ഫീമെയിൽ നേഴ്സും കാണും. മെയിൽ നേഴ്സിന് എന്ത് പറയുന്നത് ഡോക്ടറെ അറബിയിൽ? മെയിൽ നേഴ്സ് മുമരിൾ. ഫീമെയിൽ ആയിട്ടാണ്, ഫീമെയിൽ അധികം ഉള്ളത് കൊണ്ടാണ് ഫീമെയിൽ നമ്മൾ മുമരിളത്തുൻ പെട്ടെന്ന് വരുന്നത് അല്ലേ? മുമരിളുൻ. അപ്പൊ തതമാറദ എന്ന് പറഞ്ഞാൽ എന്താ? രോഗത്തെ പരിചരിക്കുക. എന്ത് ചെയ്യണം? നന്നായി പരിചരിക്കണം. തതമാറദ യാ അലിയു. രോഗത്തെ പരിചരിക്കുകയല്ല, രോഗത്തെ നടിക്കുന്നു എന്നാണ് തതമാറദ. രോഗം അഭിനയിക്കുന്നു. തതമാറദ എന്താകുന്നു? രോഗം അഭിനയിക്കുന്നു. രോഗം അഭിനയിക്കുന്നു. ഇയ്യാക ടേക്ക് കെയർ അൻ തതമാറദ യാ അലിയു. നീ സൂക്ഷിച്ചോ, നീ രോഗം നടിക്കുകയാണ് എന്നാണ്. തതമാറദ, നീ രോഗം നടിക്കുകയാണ്. അതുകൊണ്ടാണ് പറഞ്ഞത് യാ അലിയു. അലി പിന്നെ എന്താ പറയുക? അഊദു ബില്ലാഹി അൻ അകൂന മിനൽ കാദിബീൻ. ഞാൻ കാദിബാകുന്നതിൽ നിന്നും അള്ളാഹുവിൽ അഭയം തേടുന്നു. തതമാറദ, രോഗം നടിച്ചു. തമാറദ, രോഗം നടിച്ചു. തതമാറദ, ഇയ്യാക അൻ തതമാറദ യാ അലിയു. നീ രോഗം നടിക്കുന്നതിൽ നിന്നും എന്ത് ചെയ്യാ? സൂക്ഷിച്ചോ. ഇയ്യാക്ക എന്ന് പറഞ്ഞ അർത്ഥം ഇതിന് വാക്കിന് എന്താ മുമ്പ് നേരത്തെ വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എന്ന വാക്ക് ഇയ്യാക്ക എന്ന് തന്നെയാണ് വരിക. അതെന്താണ്? അത് ടേക്ക് കെയർ എന്നാണ്. ഇയ്യാക്കും വൽ കൽബ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പട്ടിയുണ്ട് സൂക്ഷിച്ചോ എന്നാണ്, നായുണ്ട് സൂക്ഷിച്ചു എന്നാണ്. അപ്പൊ അങ്ങനെ ഒരു ഉപയോഗമുണ്ട്. മറ്റെന്താണ്? കായെ മുമ്പേ പറയാൻ വേണ്ടി ഇയ്യ ഉപയോഗിക്കുന്ന പ്രയോഗമാണ് ഇയ്യാക്ക നഅ്ബുദു ഇയ്യാക്ക നസ്തഈൻ. അവിടെ എന്താണ്? അവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഫിഅലിന്റെ തൊട്ട് മുമ്പ് മഫ്ഊലുൻ ബിഹിയെ കൊണ്ടുവരാൻ വേണ്ടിയാണ് കായ എടുത്തിരിക്കുന്നത്. എന്താണ്? ഇയ്യാക്ക അൻ തതമാറദ. സെന്റൻസ് വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കും. അതേപോലെ ഇയ്യാക്കും വൽ കൽബ് എന്ന് പറഞ്ഞപ്പോൾ എന്തായി? അത് ഇയ്യാക്കും എന്നത് പ്രത്യേകിച്ച് എടുത്ത് പറയാൻ വേണ്ടിയാണ്. ഇപ്പൊ ഇയ്യാക്കും എന്നത് സൂക്ഷിച്ചോ എന്ന അർത്ഥത്തിലാണ്. ഒരു സീറ്റ് ആണല്ലേ?
ആണ്. പക്ഷെ ഈ ഇവിടെ വരുമ്പോഴത്തേക്ക് എന്താണ്, ഇവിടെ ഇയ്യാക്ക നീ സൂക്ഷിച്ചോ, ഇയ്യാക്കും നിങ്ങൾ സൂക്ഷിച്ചോളൂ എന്നൊക്കെയാണ് വരിക. മറ്റെന്താണ്, മഫ്ഊല് ബിഹി ഫെയിലിൽ നിന്നും കായ അടർത്തി മുമ്പോട്ട് വെച്ചിട്ട് പിന്നെ ഇയ്യാ ചേർക്കുന്നതാണ്. രണ്ടും ഏകദേശം ഒന്ന് തന്നെയാണ്, പക്ഷെ രണ്ട് പ്രയോഗമാണ്. തത്തമാറത എന്താ പറഞ്ഞത്? യോഗം അഭിനയിക്കുക. ഇയ്യാക അൻ തത്തമാറത യാ അലിയു അഊദു ബില്ലാഹി അൻ അകൂന മിനൽ കാദിബീൻ. കാദിബീൻ ആകുന്നതിൽ നിന്നും ഞാൻ അള്ളാഹിൽ അഭയം തേടുന്നു. അൽ മുദരിസ് ഇദ്ഹബ് ഷഫാക അല്ലാഹ്, നീ പൊയ്ക്കോ, ഷഫാക അല്ലാഹ്, അള്ളാഹ് നിന്നെ ശിഫ നൽകട്ടെ. ഇവിടെ എന്താണ് തത്തമാറത എന്നതാണ്, തമാറത എന്നതിന്റെ തബാറക ഗ്രൂപ്പിലെ ഒരു ക്രിയയാണ്. മിനൽ കാദിബീൻ എന്നുള്ളത് കളവ് പറയുന്നതിൽ നിന്നാണ്. കളവ് പറയുന്നവർ, കാദിബ്. നകൂന മിനൽ കാദിബീൻ, ഞാൻ കളവ് പറയുന്നവരിൽ പെടുന്നതിൽ നിന്നും ഞാൻ അള്ളാഹുവിൽ അഭയം തേടുന്നു. നകൂന, ഞാൻ ആകുന്നതിൽ നിന്ന്, മിനൽ കാദിബീൻ, കളവ് പറയുന്നവരുടെ കൂട്ടത്തിൽ. ഓക്കെ, അപ്പൊ ഇദ്ഹബ് ഷഫാക അല്ലാഹ്, അപ്പൊ ഇദ്ഹബു വനഖ്തതിമു ദർസ്, ആളെ ഇവിടെ നമ്മൾ ഉപസംഹരിക്കുകയാണ്. രാവിലെ നിങ്ങൾ വാർത്ത കേട്ടിട്ടുണ്ടാവും അല്ലെ, അബ്ദുള്ള സാഹിബിന്റെ നാട്ടിലാണോ അപകടം, ഉരുൾപൊട്ടലൊക്കെ ഉണ്ടായത്? എന്താണ് ആ സമീപ പ്രദേശത്തൊക്കെ? മേപ്പാടി ഇതിന് മുമ്പ് പൊട്ടിയ സ്ഥലമാണ്. നിങ്ങളുടെ ഭാഗത്തൊക്കെ അഫക്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഞങ്ങളുടെ ഭാഗത്ത് അത്രയില്ല. പണ്ട് മല പൊട്ടിയിട്ട് കുറെ ആളുകൾ ഉള്ളിൽ പോയില്ലായിരുന്നു, കിട്ടാതെ. പുത്തുമല എന്ന് പറയും, മേപ്പാടി, ആ ഭാഗത്ത് തന്നെ. ഏതായാലും വളരെ രൂക്ഷമാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാലം മറിഞ്ഞു പോയി, അങ്ങോട്ടൊന്നും എത്താൻ കഴിയുന്നില്ല. നദിയൊക്കെ, ഏതാ പുഴയുടെ പേര് പറഞ്ഞത്? പുഴ 4 മടങ്ങ് വീതി വർദ്ധിച്ചു. അത് പുഴ വഴിതിരിഞ്ഞോടുകയാണ്. പലരെയും വീടുകളൊക്കെയും നഷ്ടപ്പെട്ടിട്ടുണ്ട്, പൊളിഞ്ഞിട്ടുണ്ട്. അതേപോലെ ആൾ നഷ്ടം. എന്തായാലും ആപത്ത് ബാധിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അല്ലാഹുവിന്റെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കട്ടെ. അതേപോലെ നമ്മുടെ സഹോദരങ്ങൾ പ്രയാസം അനുഭവിക്കുന്ന ഫലസ്തീനികൾ, അവർക്കും വേണ്ടി പ്രാർത്ഥിക്കുക. അവരുടെ പ്രയാസം അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. കഷ്ടപ്പാട് അനുഭവിക്കുന്ന എല്ലാവരുടെയും പ്രയാസം അല്ലാഹു മാറ്റിക്കൊടുക്കട്ടെ. നമ്മുടെ ഒത്തുചേരൽ സ്വാലിഹായ അമലായി സ്വീകരിക്കട്ടെ. ഖുർആൻ വായിക്കാനും പഠിക്കാനും അതിന്റെ ഭാഷ നന്നായി കൈകാര്യം ചെയ്യാനുള്ള നമുക്ക് തൗഫീഖ് നൽകട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين. صلى الله تعالى وسلم على خير خلق محمد وعلى آله وصحبه أجمعين، والحمد لله رب العالمين. إلى اللقاء بإذن الله. السلام عليكم ورحمة الله وبركاته.